أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. തഖ്ലീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് ചർച്ചക്കെടുക്കുന്നത്. തഖ്ലീദ് എന്ന പദം ഖല്ലദ എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അന്ധമായ അനുകരണം എന്ന സാങ്കേതിക അർത്ഥത്തിലാണ് ഇവിടെ നാം തഖ്ലീദ് എന്ന പദം ചർച്ചക്കെടുക്കുന്നത്. നേരെ ആ വാക്കിനർത്ഥം അനുകരിച്ചു അല്ലെങ്കിൽ മാലയായി അണിയിച്ചു കൊടുത്തു എന്നാണ് നേരർത്ഥം. ഒരാളുടെ ദീൻ മറ്റൊരാളെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടുക എന്ന ആശയം അന്ധമായ അനുകരണത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ടാണ് അതിന് തഖ്ലീദ് എന്ന പദം പേര് പരാമർശിക്കപ്പെടുന്നത്. അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് ദീനായി പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നിരിക്കെ അതിൽ നിന്ന് മാറി ചില വ്യക്തികളെയോ ചില സംഘങ്ങളെയോ ഒക്കെ അന്ധമായി അനുകരിക്കുകയും അവർ എന്താണോ മതമായി പഠിപ്പിച്ചത് രേഖപ്പെടുത്തി വെച്ചത് അതിനെ മാത്രം മതമായി സ്വീകരിക്കുകയും അതിനെതിരായി എത്ര വ്യക്തമായ ആയത്തുകളോ ഹദീസുകളോ ശ്രദ്ധയിൽപ്പെട്ടാലും അവ സ്വീകരിക്കാതെ പണ്ഡിതന്മാരുടെ വാക്കുകളെ മാത്രം പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് നാം ഇവിടെ ചർച്ചക്കെടുക്കുന്ന തഖ്ലീദ് എന്ന സാങ്കേതിക ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള അനുകരണങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളുടെ വാക്കും 100% അതേപടി സ്വീകരിക്കാൻ നമുക്ക് അനുവാദമില്ല, പ്രവാചകരുടെ വാക്കല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ അവിടെ ചോദ്യമില്ല, അന്വേഷണമില്ല. സമിഅ്നാ വഅത്അനാ, കേട്ടു അനുസരിച്ചു എന്ന നിലപാടാണ് അവിടെ നാം സ്വീകരിക്കേണ്ടത്. അതേസമയം പ്രവാചകരുടേതല്ലാത്ത മറ്റാരുടെ വാക്കാണെങ്കിലും എത്ര വലിയ പ്രധാനിയായ എത്ര വലിയ ആലിമായ ആളാണെങ്കിലും ശരി, അവരുടെ വാക്കുകളിൽ അബദ്ധമുണ്ടാകാം, സുബദ്ധമുണ്ടാകാം. അതുകൊണ്ട് അവർ പറഞ്ഞു എന്നത് മതത്തിൽ തെളിവാകാനുള്ള മാനദണ്ഡമല്ല. അവർ എന്തിനടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നതാണ് അതിലെ അടിസ്ഥാനം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ ദീന് എത്ര വലിയ മഹാന്റെ വാക്കിന് വേണ്ടിയും ഒഴിവാക്കപ്പെടാവതല്ല. ലിഅന്ന ശർഅ ലം യകുൻ ലിയുത്രക ലിഖൗലി റജുലിൻ മുഅല്ലമിൻ ഫിൻ നുഫൂസ്. മനസ്സിൽ വലിയ ബഹുമാനമുള്ള ഒരാളുടെ വാക്ക് ഒരു ഭാഗത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളോ മറുഭാഗത്തുമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ ദീനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഈ മഹാനായ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയുടെ വാക്കല്ല. കാരണം ബഹുമാനിക്കപ്പെടുന്ന ആളുടെ വാക്കെടുക്കാൻ വേണ്ടി ദീന് ഒഴിവാക്കാൻ പറ്റില്ല. ലിഅന്ന ശർഅ അഅ്ലമു മിൻ ദാലിക റജുൽ, ആ വ്യക്തിയേക്കാൾ ബഹുമാനം ദീനിനുണ്ട് എന്നാണ്. ആ വ്യക്തി വലിയ ബഹുമാനമുള്ള ആളാണ്, പക്ഷെ ആ വ്യക്തിയേക്കാൾ ബഹുമാനം അള്ളാഹുവിന്റെ ദീനിനുണ്ട്.
അതുകൊണ്ട് ബഹുമാനം നോക്കിയിട്ടാണ് ഒരാളുടെ വാക്കെടുക്കുന്നതെങ്കിലും എത്ര വലിയ ബഹുമാനമുള്ള ആളാണെങ്കിലും അയാളേക്കാൾ ബഹുമാനം ദീനിനുണ്ടല്ലോ, അതുകൊണ്ടും ദീൻ തന്നെയാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതോടൊപ്പം എത്ര വലിയ പ്രഗത്ഭരായ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ആ ബഹുമാനം ഉണ്ടായത് അയാൾ ദീനിന് സേവനം ചെയ്തതുകൊണ്ടാണ്. ഒരാളെ കൊണ്ട് ദീനിന് ബഹുമാനം ഉണ്ടാകുന്നില്ല, ദീനിനെ കൊണ്ട് ആളുകൾക്ക് ബഹുമാനം ഉണ്ടാകുന്നു. ഒരു വ്യക്തി ബഹുമാനിക്കപ്പെട്ട ആളായത് എന്തുകൊണ്ടാണ്? അയാൾ മതത്തിന്റെ ആളാണ്, ദീന് പഠിച്ച ആളാണ്, അത് പഠിപ്പിക്കുന്ന ആളാണ്, ദീനിന് സേവനം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഒരാൾ ബഹുമാനിക്കപ്പെട്ടവരായി മാറിയത്. എന്നാൽ ഒരാളെ കൊണ്ട് ദീന് ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. ദീനിനുള്ള ബഹുമാനം അള്ളാഹു നിശ്ചയിച്ചതാണ്, അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. ആ ബഹുമാനം ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദീന് ബഹുമാനമുള്ളത് തന്നെയാണ്. എന്നാൽ വ്യക്തികൾ അങ്ങനെയല്ല. ഒന്നുമല്ലാത്ത വാപ്പയുടെ മക്കൾ വലിയ വലിയ മഹാന്മാരായി മാറുന്നു, വലിയ വലിയ മഹാന്മാരുടെ മക്കൾ ഒന്നുമല്ലാത്തവരായി മാറുന്നു. ഒരു തറവാട്ടും ഒരു സ്ഥാനമാനവും ഒന്നുമില്ലാത്തവർ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വലിയ വലിയ പ്രഗത്ഭരായി മാറുന്നു. നാം ഇന്ന് കേട്ടു രാവിലെ ഇബ്നു മസ്ഊദുമായി ബന്ധപ്പെട്ട ചരിത്രം. ഒന്നുമല്ലാത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടിയ ആ നാട്ടിൽ ഒരു വോയിസുമില്ലാത്ത, ഒരു സ്വാധീനവുമില്ലാത്ത, വളരെ സാധാരണക്കാരായി ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് കൂടി ഖിയാമത്ത് വരെയുള്ള വിശ്വാസികൾക്ക് നേതാവായി അദ്ദേഹം മാറിയത് അദ്ദേഹം ദീനിന് സേവനം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഏതു വലിയവനേക്കാളും വലിപ്പം അള്ളാഹുവിന്റെ ദീനിനുണ്ട്. ആ ദീനാവട്ടെ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. അതിനുണ്ടോ അതാണ് മതം. പണ്ഡിതന്മാർ ചെയ്യേണ്ട പണി ആ ഖുർആനിലും സുന്നത്തിലും എന്തുണ്ട് എന്ന് അന്വേഷിച്ചും പഠിച്ചും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയും സമൂഹത്തിന് കൈമാറിക്കൊടുക്കുക. അതാണ് പണ്ഡിതന്മാരുടെ ദൗത്യം. അതല്ലാതെ ദീൻ ഉണ്ടാക്കുന്ന ദൗത്യം പണ്ഡിതന്മാർക്കില്ല. മതത്തിൽ നിയമമുണ്ടാക്കാൻ ഒരാൾക്കും അധികാരമില്ല. പണ്ഡിതന്മാർ നിയമം നിർമ്മിക്കുന്നവരല്ല. ഒരു വിഷയത്തിൽ അള്ളാഹ് എന്തു പഠിപ്പിച്ചു, അവന്റെ റസൂൽ എന്തു പഠിപ്പിച്ചു എന്ന് പഠിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെട്ട സത്യത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് എത്ര വലിയ മഹാനായ പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതൻ ചെയ്യേണ്ടത്. എന്നാൽ കാലക്രമേണ സ്വഹാബത്തിന്റെയും താബിഈകളുടെയും കാലം കഴിഞ്ഞ് പിന്നീട് മാറി വന്ന തലമുറകളിൽ അന്ധമായ അനുകരണങ്ങൾ ചില വ്യക്തികൾക്ക് നേരെ ഉണ്ടായി. അതാണ് പിന്നെ ചില പക്ഷപാതിത്വങ്ങളായി തഖ്ലീദുകളായി രൂപപ്പെട്ടു വന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സ്വഹാബിമാർ ഒരാളെയും അന്ധമായി അനുകരിച്ചിട്ടില്ല. വലിയ വലിയ പ്രഗത്ഭരായ സ്വഹാബിമാരുണ്ട്. അവരെ അപേക്ഷിച്ച് അറിവ് കൊണ്ട് താഴെയുള്ള സ്വഹാബിമാരുണ്ട്. എന്നാൽ അറിവിൽ താഴെയുള്ള സ്വഹാബിമാർ അറിവിൽ മുകളിലുള്ള സ്വഹാബിമാരെ അന്ധമായി അനുകരിച്ചിട്ടില്ല. നേരെ മറിച്ച് പ്രമാണം അടിസ്ഥാനമാക്കിയാണ് അവർ ഓരോരുത്തരും മതം കൈകാര്യം ചെയ്തത്. ദീനിന്റെ ഏതു വിഷയം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും സ്വഹാബിമാർ പരസ്പരം ഓർമ്മിപ്പിക്കാറുള്ളത് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തിയിട്ടാണ് അവർ മതത്തിനെ കൈകാര്യം ചെയ്തത്. താബിഈകളും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയം വരുമ്പോഴും അവരൊക്കെ പറയാറുള്ളത് നബി ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, നബിയിൽ നിന്ന് സ്വഹാബത്ത് ഇങ്ങനെയാണ് പഠിച്ചത്, നബിയിൽ നിന്ന് പഠിച്ച സ്വഹാബിമാർ ഇങ്ങനെയാണ് മാതൃക കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളുടെ നിലപാടുകളെ ശരിയെന്നോ തെറ്റെന്നോ വേർതിരിക്കാൻ താബിഈകൾ പരിശ്രമിച്ചതും ആ മാനദണ്ഡം അടിസ്ഥാനമാക്കി തന്നെയാണ്. പിന്നീടാണ് മെല്ലെ 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 ചില പണ്ഡിതന്മാരോട് അന്ധമായ അനുകരണങ്ങളോ അന്ധമായ വിരോധങ്ങളോ ഉണ്ടായി വരികയും അതൊക്കെ ചിലരുടെ വാക്കുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തു. ഭരണരംഗത്തുണ്ടായ ചില ഭരണാധികാരികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചില സ്വാധീനങ്ങൾ കൂടി അതിന് പിന്നീട് വളം വെച്ചപ്പോൾ ആ പ്രവണത ഔദ്യോഗിക പ്രവണതയായി മാറുകയും അങ്ങനെ മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുന്ന സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടായി വരികയും ചെയ്തു. കർമ്മരംഗത്ത് 100ഓളം മദ്ഹബുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആ മദ്ഹബുകൾ ചില മദ്ഹബുകൾ അതിൻ്റെ അനുയായികളായ ആളുകൾ അവിടെ ശിഷ്യന്മാരായ ആളുകൾ അവരുടെയൊക്കെ ശ്രമഫലമായി ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഔദ്യോഗിക മദ്ഹബായി പ്രഖ്യാപിക്കപ്പെടുകയും അങ്ങനെ അവ നിലനിൽക്കുകയും അങ്ങനെയൊന്നും പ്രഖ്യാപിക്കപ്പെടാൻ സാഹചര്യം കിട്ടിയിട്ടില്ലാത്തവ പിന്നീട് കാലക്രമേണ ഇല്ലാതായി പോവുകയും ചെയ്തുവെന്നാണ്. 4 മദ്ഹബുകൾ അങ്ങനെയാണ് അവശേഷിച്ചത്. ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി എന്ന 4 കർമ്മശാസ്ത്ര മദ്ഹബുകൾ നാട്ടിൽ അവശേഷിച്ചത് അങ്ങനെയാണ്.
അവിടെ കൂടെ തന്നെ ഔസാഇ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ സൗരി മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്, ലാഹിരിയ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മദ്ഹബുകൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മദ്ഹബ് എന്നാൽ വീക്ഷണ രീതി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ എങ്ങനെ വീക്ഷിക്കണം, എങ്ങനെ സ്വീകരിക്കണം, ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ഒരു നിയമം എങ്ങനെ മനസ്സിലാക്കണം എന്നതിന് പണ്ഡിതന്മാർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകൾ, വ്യത്യസ്ത അസുലുകൾ, അടിസ്ഥാന നിദാന ശാസ്ത്രങ്ങൾ, അവയാണ് മദ്ഹബ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ ഒരു മദ്ഹബിന്റെ ഇമാം പറഞ്ഞാൽ ഇത് ഖിയാമത്ത് വരെ എല്ലാവർക്കും അതാണ് ദീന്, അതിനപ്പുറം പോകാൻ പാടില്ല എന്ന പ്രവണതയല്ല മദ്ഹബ് കൊണ്ട് ആദ്യകാല പണ്ഡിതന്മാർ ഉദ്ദേശിച്ചവയൊന്നും. ഇമാം അബൂ ഹനീഫയോ ഇമാം മാലിക്കോ ഇമാം ഷാഫിഇയോ ഇമാം അഹ്മദോ സുഫ്യാനു സൗരിയോ സുഫ്യാൻ ബിൻ ഉയൈനയോ ഇമാം ലൈസോ ഇമാം ഔസാഇയോ അടക്കമുള്ള പണ്ഡിതന്മാരാരും തങ്ങളുടെ പേരിൽ ഒരു സ്വന്തമായ മദ്ഹബ് ഒരു പാർട്ടിയായി രൂപീകരിച്ച് ആ പാർട്ടിയിലേക്ക് ആക്ഷണിച്ച് ആ പാർട്ടി കൂടിയെങ്കിലും അയാൾ ശരിയായ ദീൻ സ്വീകരിച്ചവനാകൂ എന്ന ഒരു അധ്യാപനം പഠിപ്പിച്ചവരല്ല അവരാരും തന്നെ. അവരെല്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കിതാബിലേക്ക്, റസൂലിന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ തന്നെയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ ധാരാളമായി പറഞ്ഞ അധ്യാപനമാണ് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായാൽ അതാണ് എൻ്റെ വീക്ഷണം, അതാണ് എൻ്റെ അഭിപ്രായം, അതാണ് എൻ്റെ മദ്ഹബ്. ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ ആ ഹദീസിലേക്ക് ഞാൻ മടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫീ ഹയാതി വബഅദ മമാതി, എൻ്റെ ജീവിതകാലത്താണെങ്കിലും ശരി, ഇനി എൻ്റെ വഫാത്തിനു ശേഷമാണ് എൻ്റെ വാക്കിനെതിരായി ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതെങ്കിൽ, എൻ്റെ വഫാത്തിനു ശേഷമാണെങ്കിലും എൻ്റെ വീക്ഷണം ആ ഹദീസിൽ പറഞ്ഞ വീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ഞാനതിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു, എൻ്റെ വാക്ക് ഹദീസ് ഞാൻ ഏതടിസ്ഥാനത്തിൽ പറഞ്ഞുവെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ ആ വാക്കെടുത്ത് ഫത്വ നൽകൽ പോലും അനുവദനീയമല്ല എന്നാണ്. ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എൻ്റെ തെളിവെന്താണ് എന്നറിയാത്ത ഒരാൾ എൻ്റെ അഭിപ്രായമെടുത്ത് ഈ വിഷയത്തിൽ അബൂ ഹനീഫ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഫത്വ നൽകൽ ഹറാമാകുന്നു. ഞാൻ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു, ഏത് തെളിവടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ അത് പറയാവൂ. എന്തിനാത്? ഒരുപക്ഷെ ആ തെളിവിന് പറ്റിയതല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അബൂ ഹനീഫ ഇമാം പറഞ്ഞു എന്ന പേരിൽ അത് കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതില്ല. ഇനി അതെല്ലാം അബൂ ഹനീഫ ഇമാം പറഞ്ഞ തെളിവാണ് ശരി എങ്കിൽ അബൂ ഹനീഫ ഇമാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഇന്ന് മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്ന് പിറകോട്ട് പോയി. ചില മദ്ഹബിലേക്ക് ചേർത്തി പറയുന്നവർ ആ മദ്ഹബിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലേ സ്വീകരിക്കൂല. രണ്ടും ശരിയല്ല എന്നാണ്. ഉദാഹരണമായി സുബ്ഹിലെ ഖുനൂത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ സുബ്ഹിൽ ഖുനൂത്ത് ഓതുന്നു. എന്തുകൊണ്ട്? അവർ പറയുന്നത് ഞങ്ങൾ ഷാഫികളാണ്, ഷാഫി മദ്ഹബിൽ സുബ്ഹിൽ ഖുനൂത്ത് ഉണ്ട് എന്നാണ്. അതേസമയം കുറച്ചപ്പുറത്തേക്ക് പോയാൽ തെക്കൻ ജില്ലകളിലേക്കോ അതിന് പാലക്കാട് ഭാഗത്തേക്കോ യാത്ര പോയാൽ അവിടെയൊക്കെ പലപ്പോഴും ഹനഫി മദ്ഹബാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകൾ, സമസ്തക്കാരായ ആളുകൾ പോലും അവിടെ പള്ളികളിൽ സുബ്ഹിൽ ഖുനൂത്ത് ഓതുന്നില്ല. ചേളാരിയിലെ സമസ്താലയത്തിൽ നടക്കുന്ന പാഠപുസ്തകങ്ങൾ ഷാഫിഈ പുസ്തകം വേറെയും ഹനഫി പുസ്തകം വേറെയും ഇറക്കുന്നു. ഷാഫിഈ മദ്രസയിലേക്കാണെങ്കിൽ സുബ്ഹിൽ ഖുനൂത്ത് സുന്നത്ത് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ലഭിക്കുക. അതല്ല ഹനഫി മദ്രസയ ഞങ്ങളുടേത്, അതിലേക്ക് ആവശ്യമായ പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ സുബ്ഹിൽ ഖുനൂത്ത് സുന്നത്ത് ഇല്ല എന്ന പുസ്തകമാണ് ലഭിക്കുക. എന്തേ കാരണം? ഒന്ന് ഷാഫിയാണ്, ഒന്ന് ഹനഫിയാണ്. ഷാഫി മദ്ഹബുകാരനായതുകൊണ്ട് ഖുനൂത്ത് ഓതി, അത് ശരിയല്ല. ഹനഫി മദ്ഹബുകാരനായതുകൊണ്ട് ഖുനൂത്ത് ഓതിയില്ല, അതും ശരിയല്ല. ആ രണ്ട് നിലപാടും ശരിയല്ല എന്ന. ഖുനൂത്ത് ഓതാത്തതും ശരിയല്ല. എന്തുകൊണ്ട്? ഹദീസിലില്ലാത്തത് കൊണ്ടല്ല അവിടെ ഖുനൂത്ത് ഓതാത്തത്. നേരെ മറിച്ച് ഞങ്ങളെ മദ്ഹബിൽ ഖുനൂത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഖുനൂത്തില്ല. ആ നിലപാട് സ്വീകരിക്കപ്പെട്ടുകൂടാ. ആ വിഷയത്തിൽ എന്താണോ നബി തങ്ങൾ പഠിപ്പിച്ചത്, എന്താണോ ഹദീസിൽ വന്നത്, അത് ഏതാണെന്ന് അന്വേഷിച്ച് അത് സ്വീകരിക്കലാണ് ശരിയായ രീതി. അതാണ് വിശ്വാസികൾ അംഗീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിൽ മാത്രമായി ഖുനൂത്ത് ഓതി എന്നുണ്ടോ എങ്കിൽ നമുക്കും ഖുനൂത്ത് ഓതണം. പ്രവാചകൻ ഓതിയിട്ടില്ല എന്നാണോ എങ്കിൽ ഓതിക്കൂടാ. കാരണം പ്രവാചക അധ്യാപനം സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. എങ്കിൽ പ്രവാചക നിസ്കാരമാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രവാചകനിൽ നിന്നാണ് ദീന് സ്വീകരിക്കേണ്ടത്. അതിൽ നിന്ന് മാറി നേരത്തെ സൂചിപ്പിച്ച പോലെ
അന്ധമായ മദ്ഹബി പക്ഷപാതിത്വങ്ങൾ നാട്ടിൽ വരികയും ആ പക്ഷപാതിത്വത്തിന്റെ പേരിൽ ആ മദ്ഹബിൽ ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുകയും അതിനെതിരായി ആയത്തോ ഹദീസോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ആ ഹദീസിനെ നിരാകരിക്കുന്ന തള്ളിക്കളയുന്ന അതൊക്കെ നമ്മുടെ ഇമാമ് കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടും ഇമാം ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും നമുക്ക് ന്യായമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹദീസിനെ തള്ളാൻ അത്തരം ആളുകൾ ധൈര്യം കാണിക്കുന്നത്. അങ്ങനെ തള്ളിക്കളയാൻ ധൈര്യം കാണിക്കുന്ന ആ ന്യായം പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആ നിലപാട് അംഗീകരിച്ചവരല്ല. ഒന്ന് രണ്ട് ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര പോയി. കിട്ടാവുന്നിടത്തോളം ഹദീസ് അദ്ദേഹം ശേഖരിച്ചു. പല ഹദീസുകളും പഠനം പൂർത്തിയാക്കി സ്വഹീഹായതിനെ സ്വഹീഹ് എന്നും അല്ലെന്ന് ബോധ്യപ്പെട്ടതിനെ ദുർബലമെന്നും നിർമ്മിതമെന്നും അദ്ദേഹം വിധി എഴുതി. മാറ്റിവെക്കേണ്ടതിനെ മാറ്റിവെച്ചു, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചു. അതേസമയം പല ഹദീസുകളും അദ്ദേഹത്തിന്റെ പഠനത്തിൽ കൃത്യമായ തീരുമാനം പറയാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല, സാധിച്ചില്ല. ചില ഹദീസുകളെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടതുമില്ല. ശേഷം വന്ന പണ്ഡിതന്മാർക്കാണ് പിന്നീട് ആ ഹദീസുകൾ ലഭിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പഠനത്തിൽ ലഭിച്ച ഒരു ഹദീസാണ് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ എന്ന സുഹാബി വനിത നബിയിൽ നിന്ന് കേട്ടതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അഥവാ കുന്നാനു ഉമറു അൻ നുഖ്രിജൽ ഹുയ്യല വദവാത്തിൽ ഖുദൂർ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു സ്ത്രീകളെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. ആർത്തവകാരികളായ സ്ത്രീകളെ പോലും കൊണ്ടുപോകാൻ നബി ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. നമസ്കാര സമയമാകുമ്പോൾ ആർത്തവകാരികൾ മാറി നിൽക്കട്ടെ, മറ്റു മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ അവിടെ പ്രാർത്ഥനകളിൽ ആ ഖൈറുകളിൽ അവരും പങ്കുചേരട്ടെ എന്ന് നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് കൽപ്പിച്ചുവെന്ന ഹദീസ് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയ കുറ്റമറ്റ പരമ്പരയിൽ വന്ന ഹദീസാണ് ഈ ഹദീസ്. എന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ഈ ഹദീസ് കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് ആ പഠനത്തിൽ ഇത് സ്വഹീഹാണെന്നോ അല്ലാത്തതാണെന്നോ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമാം ഷാഫിയുടെ കാലഘട്ടത്തിൽ സ്വഹീഹ് ബുഖാരി വിരചിതമായിട്ടില്ല, സ്വഹീഹ് മുസ്ലിം ഇല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ 10ാമത്തെ വയസ്സില ഇമാം ഷാഫി വഫാത്താകുന്നത്. ഇമാം ഷാഫി മരിച്ച അടുത്ത കൊല്ലത്തിലാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത്. അതുകൊണ്ട് ഇമാം ഷാഫിയുടെ കാലഘട്ടത്തിൽ ബുഖാരി മുസ്ലിം എന്ന ആ രണ്ട് ഇമാമമാരായി അറിയപ്പെട്ടിട്ടില്ല. ആ രണ്ട് സ്വഹീഹുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, വഖദ് റുവിയ ഹദീസുൻ ഫീഹി അന്ന നിസാഅ യുത്റകന ഇലൽ ഈദൈൻ, സ്ത്രീകളെ രണ്ട് പെരുന്നാളിലേക്ക് പറഞ്ഞയക്കപ്പെടണമെന്ന് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇൻ കാന സാബിതൻ ലഖുൽതു ബിഹി, ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസ് ആയിരുന്നുവെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നുവെന്നാണ്. സ്ഥിരപ്പെട്ടതാണോ അല്ലേ ഇമാം ഷാഫിക്ക് തീരുമാനം പറയാൻ, കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറയും, ഈ ഹദീസ് ഉണ്ട്, പക്ഷേ സ്ഥിരപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല, സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല ആ വിഷയത്തിൽ പഠിപ്പിച്ചത്. എന്നാൽ ഇമാം ഷാഫിക്ക് ശേഷം രംഗത്ത് വന്ന ഇമാം ബുഖാരി റഹിമഹുല്ല ആ ഹദീസ് പഠിച്ചു, സ്വഹീഹാണെന്നതിന് ബോധ്യമായി അദ്ദേഹം തന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തി. ഇമാം മുസ്ലിം ആ ഹദീസ് സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ കിതാബിൽ ആ ഹദീസ് സ്ഥാനം പിടിച്ചു. കുറ്റമറ്റ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സത്യസന്ധമായ രണ്ട് ഗ്രന്ഥങ്ങളായ ബുഖാരി മുസ്ലിമിൽ ഈ ഹദീസ് വന്നു. ഇനി നമ്മൾ എന്തു ചെയ്യണം? ഷാഫി മദ്ഹബുകാർ എന്ന് പറയുന്നവർ ഈ നാട്ടിൽ ചെയ്തതെന്താ? ഷാഫി മദ്ഹബിൽ സ്ത്രീകളെ പള്ളി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നാണ്. ആ നിലപാട് ശരിയല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നുവെന്നാണ്. ഇത് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഇമാം ഷാഫിയിൽ നിന്ന് സനദോടുകൂടി ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഷാഫിയുടെ ഈ അധ്യാപനങ്ങളെ. സ്വഹീഹ് ബുഖാരിയിൽ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ ഈദൈൻ പെരുന്നാളുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ പറയുമായിരുന്നുവെന്നാണല്ലോ. ഫയുഖാലു അലൈഹി, അതിനെതിരായി പറയപ്പെടാം സബത വറവാഹു ശൈഖാനി, ഇത് സ്ഥിരപ്പെട്ടിരിക്കുന്നു, ബുഖാരി മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫലസിമ ശാഫിഇയ്യ അൽ ഖൗലു ബിഹി, ഇത് ഷാഫികൾ ഇതുപ്രകാരം പറയൽ നിർബന്ധമാണ് എന്നാണ്. കാരണം ഇമാം ഷാഫി പറഞ്ഞത് സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ
ഞാൻ പറയുമായിരുന്നുവെന്നാണല്ലോ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇമാം ഷാഫി നേർക്ക് നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും അത് പറഞ്ഞ ഫലം തന്നെയാണ്. അതുകൊണ്ട് ഇനി ഷാഫികളാണോ അവർ ഈ ഹദീസ് പ്രകാരമാണ് പറയേണ്ടത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ ഈദൈനിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രംഗത്ത് സ്വീകരിച്ച നിലപാടെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഒരാൾ മരിച്ചു, ആ മരിച്ച ആൾക്ക് നോമ്പ് നോറ്റ് വിട്ടാൻ ബാക്കിയുണ്ട്. എന്തു വേണം? അയാളുടെ മക്കളോ അയാളുടെ ഭാര്യയോ അയാൾ ആ നിലക്കുള്ള വലിയകളായ ആരെങ്കിലുമോ ആ നോമ്പ് നോറ്റ് വിട്ടിയാൽ അയാൾക്ക് പകരമാകുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒരു ഹദീസ് കിട്ടി. മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു. ഒരാൾ മരിക്കുകയും അവന് നോമ്പ് ബാക്കിയാവുകയും ചെയ്താൽ ആ നോമ്പ് അവന്റെ വലിയ നോറ്റുവിട്ടാവുന്നതാണ് എന്ന ഒരു ഹദീസ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അന്വേഷണത്തിൽ കിട്ടി. പക്ഷേ ഇമാം ഷാഫി ആദ്യകാലത്ത് പറഞ്ഞു ആ ഹദീസ് സ്വഹീഹല്ല, അത് ദുർബലമാണ്, അത് സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല, അതുകൊണ്ട് അതുപ്രകാരം തീരുമാനം പറയാൻ പറ്റില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആദ്യകാലത്ത് പറഞ്ഞു. കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയി ഇമാം ഷാഫി കൂടുതൽ നാടുകളിലേക്ക് യാത്ര പോയി, അവിടുത്തെ ഹദീസുകൾ ശേഖരിച്ചു, ധാരാളം പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു, ധാരാളം അറിവ് വർദ്ധിച്ചു വന്നപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞത് ശരിയല്ല, ഈ ഹദീസ് സ്വഹീഹ് ആകുന്നു, ഈ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണ്, അതുകൊണ്ട് ആൾ മരിച്ചാൽ അയാളുടെ നോമ്പ് അയാളുടെ ബാക്കിയുള്ളവർക്ക് നോറ്റ് വിട്ടാം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പിന്നീട് മാറ്റി പറഞ്ഞു. കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയി ഇമാം ഷാഫി പിന്നെയും ഒരുപാട് രാജ്യത്തേക്ക് ഹദീസ് തേടി യാത്ര പോയി, ധാരാളം പഠിച്ചു, അറിവ് പിന്നെയും വർദ്ധിച്ചപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി, ഈ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് മരിച്ചാൾക്ക് വേണ്ടി നോറ്റ് വിട്ടാവതല്ല നോമ്പ് എന്ന് ഇമാം ഷാഫി അവസാനമായി പറഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ ഹദീസ് സ്വഹീഹല്ല എന്നാണ്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മരിച്ച് അടുത്ത കൊല്ലം ജനിച്ച ഇമാം മുസ്ലിം 204 ഇമാം ഷാഫി മരിച്ചത്, 205 ഇമാം മുസ്ലിം ജനിച്ചത്. ഇമാം ഷാഫിക്ക് ശേഷം ജനിച്ച ഇമാം മുസ്ലിം അദ്ദേഹം ഷാഫി മദ്ഹബ് സ്വീകരിച്ച ആൾ കൂടിയാണ് ഹദീസ് സ്വീകരിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ. ആ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് പഠിച്ചു, അദ്ദേഹത്തിന് ബോധ്യമായി ഈ ഹദീസ് സ്വഹീഹാണ്. ഇമാം ഷാഫി ആദ്യം പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും ശരിയല്ല, രണ്ടാമത് പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കുകയും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഹദീസ് സ്വഹീഹ് ആണെന്ന് പറഞ്ഞു. അഥവാ ഇന്ന് മുസ്ലിം ലോകം അംഗീകരിച്ചത് ആ ഹദീസ് സ്വഹീഹ് ആണ് എന്നാണ്. എങ്കിൽ ഇനി ഷാഫി മദ്ഹബുകാർ എന്തു ചെയ്യണം? ഇമാം ഷാഫി ആദ്യം പറഞ്ഞു സ്വഹീഹ് അല്ല, പിന്നെ പറഞ്ഞു സ്വഹീഹാണ്, പിന്നെയും പറഞ്ഞു സ്വഹീഹ് അല്ല. ഇമാം ഷാഫി മരിക്കുമ്പോൾ സ്വഹീഹ് അല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ നിലപാടിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇനി ഷാഫികൾ എന്തു ചെയ്യണം? ഇമാം ഷാഫിയുടെ വീക്ഷണം നോറ്റ് വീട്ടാൻ പറ്റില്ല എന്നാണല്ലോ, അതുകൊണ്ട് നോൽക്കാതിരിക്കാം എന്ന് ഷാഫികൾ തീരുമാനിക്കുന്നു. അത് ശരിയല്ല, അന്ധമായ അനുകരണമാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോൾ ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചു, ഇമാം ഷാഫിഈ അവസാനം മാറ്റി പറഞ്ഞത് ശരിയായില്ല, അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് ഇമാം ഷാഫി മാറ്റിയത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ഷാഫി മദ്ഹബുകാരനായ ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ധാരാളം വിഷയങ്ങളിൽ ഇതേപോലെ കാണാൻ കഴിയും. സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയൽ എനിക്കിഷ്ടമില്ല എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്. എനിക്കത് ഇഷ്ടമില്ല, ബാങ്കിൽ അങ്ങനെ ഇല്ല. നബിയിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകളുണ്ട്. പല സ്വഹാബിമാർ നബിയിൽ നിന്ന് ബാങ്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അവരൊന്നും ഉദ്ധരിച്ചതിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് അവരാരും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞ ന്യായം. അഥവാ ബാങ്ക് നബിയിൽ നിന്ന് സ്വഹാബിമാർ ബാങ്ക് റിപ്പോർട്ട് ചെയ്തതിൽ എവിടെയും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന റിപ്പോർട്ടില്ല. അതുകൊണ്ട് സുബ്ഹിയിൽ മാത്രമായി ഒരു അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയേണ്ടതില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു. എന്നാൽ ഹദീസ് അതുണ്ട്. നബിയിൽ നിന്ന് ഉദ്ധരിച്ച സ്വഹാബിമാർ ബാങ്ക് ഉദ്ധരിച്ചപ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബ്ഹിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പറഞ്ഞതായി സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിക്ക് ആ ഹദീസ് സ്വഹീഹാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രം. നബവി ഇമാം റഹിമഹുല്ലാഹ് ശറഹ് മുഹദ്ദബിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഇമാം ഷാഫിയുടെ ഈ വീക്ഷണത്തെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല. നബിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാർ
ബാങ്കിന്റെ റിപ്പോർട്ട് വന്ന കൂട്ടത്തിൽ അസ്സലാത്തു ഖൈറും മിനൗം എന്ന് കൂടി അവർ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹാണ്. സുബ്ഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൗം എന്ന് പറയണം എന്ന് നബി ഇമാം രേഖപ്പെടുത്തി വെക്കുന്നു. നമ്മുടെ നാട്ടിലും അത് സ്വീകരിച്ചു പോരുന്നു. ഇങ്ങനെ എല്ലാ മദ്ഹബിലും ഇത്തരം വീക്ഷണ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. റമദാൻ നോമ്പ് കഴിഞ്ഞാൽ ശവ്വാൽ 6 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. റമദാനിൽ നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് 6 ദിവസം ശവ്വാലിൽ നിന്ന് നോമ്പെടുക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റത് പോലെയാണ് എന്ന ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിൽ ആ നോമ്പ് സുന്നത്താണ്. ശവ്വാൽ 6 നോമ്പ് സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. മാലിക്കി മദ്ഹബിൽ ആ നോമ്പ് കറാഹത്താണ്, നോൽക്കാൻ പാടില്ല എന്നാണ്. ഷാഫി മദ്ഹബുകാർക്ക് ഈ നോമ്പ് നോറ്റാൽ കൂലി കിട്ടും, നോറ്റില്ലെങ്കിൽ കുറ്റമില്ല എന്ന് മാത്രം. മാലിക്കി മദ്ഹബുകാർക്ക് ആ നോമ്പ് നോറ്റില്ലെങ്കിൽ കൂലി കിട്ടുന്നതാണ്, നോറ്റാ കുറ്റമില്ല എന്നേ ഉള്ളൂ, കറാഹത്താണ് നോൽക്കൽ എന്നാണ് മാലിക്കി മദ്ഹബ്. അപ്പൊ മാലിക്കി മദ്ഹബുകാരുടെ വീക്ഷണപ്രകാരം ആ നോമ്പ് നോറ്റില്ലെങ്കിലാണ് കൂലി. കാരണം കറാഹത്ത് എന്നാൽ ചെയ്താൽ കുറ്റമില്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും എന്നാണല്ലോ ഫിഖ്ഹി വീക്ഷണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു വീക്ഷണം. എങ്കിൽ മാലിക്കി മദ്ഹബുകാർക്ക് എന്താണ് അത് പറയാനുള്ള തെളിവ്? 2 കാര്യമാണ് അവർ പറഞ്ഞത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു 2 ന്യായങ്ങൾ. ഒന്ന്, ഇങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് സ്വഹീഹായ സ്ഥിരപ്പെട്ട ഒരു ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല. സ്ഥിരപ്പെട്ട ഒരു ഹദീസും ഞാൻ കണ്ടിട്ടില്ല ശവ്വാൽ 6 നോമ്പ് നോൽക്കണമെന്ന്. രണ്ടാമത്തെ ന്യായം അദ്ദേഹം പറഞ്ഞത്, ധാരാളം പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ പണ്ഡിതന്മാരാരും ശവ്വാൽ 6 ദിവസം നോമ്പെടുക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹദീസിന്റെ പിൻബലവുമില്ല, ഇനി കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ചെയ്തിയുടെ പിൻബലവുമില്ല. അതുകൊണ്ട് ആ നോമ്പ് നോൽക്കാവതല്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു. എന്നാൽ ആ ഹദീസ് ഇമാം മാലിക്കിന് ശേഷം വന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അത് അംഗീകരിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിൽ അത് സ്ഥാനം പിടിക്കുന്നു. ഇമാം ഷാഫിയുടെ ഉസ്താദാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ആ ഇമാം മാലിക് പറഞ്ഞ വീക്ഷണത്തിന് വിരുദ്ധമാണ് ഈ ഹദീസ്. ഹദീസ് സ്വഹീഹാണ്, ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് സ്ഥാനം പിടിച്ചു. ഇത് വ്യാഖ്യാനിച്ചപ്പോൾ ഇമാം നബവി റഹിമഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചു, മാലിക്കി മദ്ഹബിൽ ഈ നോമ്പ് സുന്നത്തില്ല എന്നാണ്. 2 കാരണമാണ് അവർ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം സ്ഥിരപ്പെട്ട ഹദീസ് ഇല്ല എന്നാണ്. ആ കാരണം അവസാനിച്ചു കഴിഞ്ഞു, ഹദീസ് സ്ഥിരപ്പെട്ടു. അതുകൊണ്ട് ഇനി ഹദീസ് ഇല്ല എന്ന് ന്യായം പറയാൻ പറ്റില്ല, ഹദീസ് ഉണ്ട്, അതുകൊണ്ട് ആ നോമ്പ് സുന്നത്താണ്. രണ്ടാമത്തെ കാരണം എന്താ? പണ്ഡിതന്മാരാരും നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണല്ലോ രണ്ടാമത്തെ കാരണം. ആ കാരണവും ഇനി നിലനിൽക്കുന്നില്ല, കാരണം ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ലം യകുൻ ലിയുത്രക ലിതർകി ബഅദിൻ നാസി ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ. ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, നബിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ ഒഴിവാക്കി എന്ന് വിചാരിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം ആൾ ഒഴിവാക്കിയാലും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി എല്ലാവരും ഒഴിവാക്കിയാലും ശരി നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. സുന്നത്താണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം നബവി ശർഹ് മുസ്ലിമിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ടവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. ചുരുക്കത്തിൽ അന്ധമായ അനുകരണം എന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് മാത്രമേ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റാരു പറഞ്ഞാലും ശരി അവർ പറഞ്ഞതിന് ന്യായമെന്ത്, പ്രമാണമെന്ത്, അതാണ് അടിസ്ഥാനം. പ്രമാണമില്ലെന്ന് ബോധ്യമാകുന്നിടത്ത് ആ മഹാനോടുള്ള എല്ലാ മഹത്വങ്ങളെയും എല്ലാ ബഹുമാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വാക്കിനെ തൽക്കാലം ഒഴിവാക്കുകയും അവിടെ ഹദീസിലേക്ക് മാറുകയുമാണ് വേണ്ടത്. ഇനി ഒരു വലിയ പണ്ഡിതന് ഒരു വിഷയത്തിൽ അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ, ആ ഹദീസിൽ അദ്ദേഹം സ്വീകരിച്ച നയമല്ല ശരി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ, അതിനർത്ഥം ആ പണ്ഡിതൻ മോശക്കാരനാണ് എന്നല്ല, ആ പണ്ഡിതന് അറിവില്ല എന്നല്ല. നേരെ മറിച്ച് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന് ഒരു കൂലിയുണ്ട് എന്നാണ് അതിനർത്ഥം. നിബിധങ്ങൾ പഠിപ്പിച്ചു, ഗവേഷണ യോഗ്യതയായ ഒരാൾ ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിൽ തെറ്റ് സംഭവിക്കുകയും ചെയ്താൽ ഒരു പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നാണ്. ഇനി അതല്ല, ഗവേഷണത്തിൽ ശരിയിലേക്ക് എത്തിയാൽ 2 കൂലി കിട്ടുമെന്നാണ്. അഥവാ ഒന്ന്, ആ ശരിയെ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത പ്രതിഫലം കിട്ടും, അതോടൊപ്പം ഗവേഷണം ചെയ്ത പ്രതിഫലവും കിട്ടും. എന്നാൽ അബദ്ധം സംഭവിച്ചാൽ ഗവേഷണം ചെയ്തതിന് പ്രതിഫലം കിട്ടും, എന്നാൽ ശരി എത്താത്തത് കൊണ്ട് ആ പ്രതിഫലം കിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ ഇമാം ഷാഫിക്കോ ഇമാം മാലിക്കിനോ ഒരു വിഷയത്തിൽ അവർ പറഞ്ഞ നിലപാട് ഹദീസിന് വിരുദ്ധമാണ്, അബദ്ധമാണ് എന്ന് നാം പറഞ്ഞാൽ അതിനർത്ഥം അവർക്കൊരു കൂലിയുണ്ട് എന്നാണ്. ഇമാം ഷാഫിക്ക് ആ വിഷയത്തിലും ഒരു കൂലിയുണ്ട്, പ്രതിഫലമുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം. അല്ലാതെ അവരൊക്കെ മോശക്കാരാണ് എന്നല്ല.
അവരാരും ബോധപൂർവം ഹദീസിനെതിരായി പറഞ്ഞിട്ടില്ല, അവരാരും ബോധപൂർവം മതത്തിനെതിരായി പറഞ്ഞിട്ടില്ല. അവർ ഗവേഷണം നടത്തി, അവർ പഠിച്ചു, അവർക്ക് എന്താണോ ബോധ്യമായത് അതവർ പറഞ്ഞു. അത് തെറ്റാണ് എന്ന് അവർക്ക് എപ്പോൾ ബോധ്യമായോ അവിടെ ഒരു മാറ്റാൻ തയ്യാറാവുകയും ചെയ്തു. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞല്ലോ, ഇനി എങ്ങനെ മാറ്റുമെന്ന് അവരാരും ചിന്തിച്ചിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ഖാദി അബൂ യൂസുഫ് എന്ന് പറയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ. മുഴുവൻ സമയവും അബൂ ഹനീഫ ഇമാമിനെ കൂടെ നടക്കുകയും ഇമാം അബൂ ഹനീഫ പറയുന്നതെല്ലാം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത അബൂ ഹനീഫ ഇമാമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ഖാദി അബൂ യൂസുഫ്. ആ അബൂ യൂസുഫ് റഹിമഹുല്ലാ അബൂ ഹനീഫയുടെ നാവിൽ നിന്ന് കേൾക്കുന്നതെല്ലാം എഴുതി വെക്കുമായിരുന്നുവെന്നാണ്. അങ്ങനെ എഴുതുമ്പോൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞൊരു പ്രതികരണമുണ്ട്. വൈഹക് യാ അബാ യൂസുഫ്, അബൂ യൂസുഫേ എനിക്ക് നാശം, ലാ തക്തുബ് അന്നി കുല്ലമാ അഖൂൽ, ഞാൻ പറയുന്ന എല്ലാം നീ എഴുതി വെക്കാൻ പാടില്ല. കാരണം വഇന്നമാ അന റജുലുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഇന്നൊരു പക്ഷേ ഒരു വീക്ഷണം ഞാൻ പറയും, നാളെ ഒരു പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നേക്കാം. നാളെ ഞാൻ ഒരു വീക്ഷണം പറയും, അടുത്ത ദിവസം വീണ്ടും അത് മാറ്റി പറയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഒരു പക്ഷേ ഞാനങ്ങ് മാറ്റി പറഞ്ഞാലും ഈ എഴുത്തവിടെ ബാക്കിയാകും, അതങ്ങനെ കൈമാറി പോകും. അബൂ ഹനീഫ പറഞ്ഞു എന്ന പേരിൽ അത് ലോകത്തെന്നും പ്രചരിക്കും. അതുകൊണ്ട് എഴുതി വെക്കല്ല എന്ന് അബൂ യൂസുഫിനോട് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞുവെന്ന് ചരിത്രത്തിൽ കാണാം. ഇമാം മാലിക് റഹിമഹുല്ലാ മരിക്കാൻ കിടക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട്. ശക്തമായി അദ്ദേഹം കരഞ്ഞുവെന്നാണ്. മരണസമയത്ത് വല്ലാതെ കരഞ്ഞപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും അതേപോലെ സഹപാഠികളും ബന്ധുക്കളുമൊക്കെ ആളുകൾ സമാധാനിപ്പിച്ചു. എന്തിനാ കരയുന്നത്, എന്താ നിങ്ങൾക്ക് വിഷമിക്കാൻ, നിങ്ങൾക്ക് ഒരുപാട് ത്യാഗം ചെയ്തവരല്ലേ, ധാരാളം ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ, നിങ്ങളൊക്കെ എന്ത് വിഷമിക്കാൻ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിഷമം മറ്റൊന്നുമല്ല, അള്ളാന്റെ ദീനിൽ ഞാൻ പറഞ്ഞ ഒരുപാട് അധ്യാപനങ്ങൾ പിന്നീട് എനിക്ക് ബോധ്യമായി അത് പലതും തെറ്റായിരുന്നുവെന്ന് ബോധ്യമായി, മാറ്റിപ്പറയേണ്ടി വന്നു. പക്ഷേ അള്ളാഹിന്റെ മുന്നിലേക്ക് ഞാൻ ചെന്നാൽ മരിച്ച് റബ്ബിനെ കണ്ടുമുട്ടുന്ന രംഗം വന്നു കഴിയുമ്പോൾ റബ്ബനോട് ചോദിച്ചാലോ, എന്തിനാണ് മാലിക് എൻ്റെ ദീനിൽ എനിക്കത്ര ബോധ്യമില്ലാതെ നീ പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് പറയാൻ കഴിയുക, ഞാൻ എന്താ റബ്ബിനോട് മറുപടി പറയുക എന്ന ആശങ്കയാണ്, ആ പേടിയാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ്. കൂടെയുള്ള ആളുകൾ സമാധാനിപ്പിച്ചു. താങ്കൾക്ക് അബദ്ധം പറ്റിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് തിരുത്തിയാൽ മതിയല്ലോ, തിരുത്തി എന്ന് പ്രഖ്യാപിച്ചാൽ പോലെ പിന്നെന്താണ് ആശങ്കപ്പെടാൻ. ഇമാം മാലിക് ചോദിച്ചു, ഞാൻ തിരുത്തിയിട്ടെന്ത് കാര്യം, കാരണം ഞാൻ പറഞ്ഞതൊക്കെ രേഖയായി കഴിഞ്ഞു. മാലിക് പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊക്കെ ഇവിടെ രേഖപ്പെട്ടു പോയി, ശിഷ്യന്മാർ പഠിച്ചു പോയി, അവിടെ ശിഷ്യന്മാർക്ക് കൈമാറി കൊടുത്തു പോയി. ഇനി ലോകാവസാനം വരെ എൻ്റെ അഭിപ്രായമായി അതായിരിക്കും ഒരു പക്ഷേ പ്രചരിപ്പിക്കപ്പെടുക. ഞാൻ ഇവിടെ കിടന്ന് തിരുത്തിയിട്ട് എന്തു പ്രയോജനമെന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയും ആ കരച്ചിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ അവസാനിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അത്ര സൂക്ഷ്മമായിട്ടാണ് അവരൊക്കെ മതം കൈകാര്യം ചെയ്തത്. അല്ലാതെ അവരാരും ബോധപൂർവം ഹദീസിനെതിരായി ആയത്തിനെതിരായി സംസാരിച്ചിട്ടില്ല. എന്നാൽ സ്വാഭാവികമായി മാനുഷികമായി വന്ന ചില അബദ്ധങ്ങൾ, തകരാറുകൾ സ്വാഭാവികമാണ്. അതിന് അല്ലാഹു തആല അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ച് എത്ര വലിയ ആളാണെങ്കിലും ശരി, അയാൾ പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് അവസാന വാക്ക് എന്നൊരാൾ നമുക്കില്ല. അയാളുടെ അധ്യാപനമാണ് ദീന് എന്ന ഒരു അവസാന വാക്ക് നമുക്കില്ല. അയാൾ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു, എന്ത് ന്യായപ്രകാരം പറഞ്ഞു, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇമാം ഷാഫി റഹിമഹുല്ലാ പറയുമായിരുന്നു, നീ ഒരാളെയും അനുകരിക്കരുത്, എന്നെയും അനുകരിക്കാൻ പാടില്ല, മാലിക്കിനെയും അനുകരിക്കാൻ പാടില്ല, ഔസാഇയെയും അനുകരിക്കാൻ പാടില്ല, ഒരാളെയും അനുകരിക്കരുത്. ഫഖുദ് മിൻ ഹൈസു അഖദു, അവരൊക്കെ എവിടെ നിന്നാണോ മതം സ്വീകരിച്ചത് അവിടെ നിന്ന് നീയും മതം സ്വീകരിക്കണമെന്നാണ് അവരൊക്കെ പഠിപ്പിച്ചത്. ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം മുസ്നി റഹിമഹുല്ലാ, ഇമാം ഷാഫിയുടെ ഏറ്റവും അടുത്ത എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രൻ കൂടിയാണ് ഇമാം മുസ്നി. ആ മുസ്നി റഹിമഹുല്ലാ ഇമാം ഷാഫിയുടെ കിതാബിനെ ഷോർട്ടാക്കി മുഖ്തസർ മുസ്നി എന്ന പേരിൽ, മുസ്നിയുടെ ഷോർട്ട് എന്ന പേരിൽ ഒരു കിതാബിൽ ക്രോഡീകരിച്ചു. ഇമാം ഷാഫി റഹിമഹുല്ലാ കിതാബുൽ ഉമ്മിൽ പഠിപ്പിച്ച മുഴുവൻ മസ്അലകളെയും ആകത്തുകയെ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്തസർ മുസ്നി എന്ന പേരിൽ ഒറ്റ വാള്യമാക്കി ക്രോഡീകരിച്ചപ്പോൾ അതിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ, ഒന്നാമത്തെ പേജിൽ, ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ഒരു അധ്യാപനമുണ്ട്. ഈ വിജ്ഞാനങ്ങളെ ഞാൻ ക്രോഡീകരിച്ചത് ഇമാം ഷാഫിയുടെ ഇൽമിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഞാൻ ക്രോഡീകരിച്ചത്. ഈ ഗ്രന്ഥം വായിക്കുന്ന ആളോട് എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞ ഒരു വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് ഈ ഗ്രന്ഥം വായിക്കുന്ന ആളുകളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത്. എന്താണ് വസിയ്യത്ത്? അന്നഹ്യിഹി അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരിഹി. ഇമാം ഷാഫിഈയെയോ ഇമാം ഷാഫി അല്ലാത്തവരെയോ
അന്ധമായും അനുകരിക്കാൻ പാടില്ല, തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഷാഫി അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം വായനക്കാരെ അറിയിച്ചുകൊണ്ടാണ് ഈ കിതാബ് ഞാൻ ക്രോഡീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ കിതാബ് അദ്ദേഹം ആരംഭിച്ചത് തന്നെ. ഒന്നാമത്തെ വാള്യത്തിൽ, ഒന്നാമത്തെ പേജിൽ, ഒന്നാമത്തെ വരിയിൽ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അറിയിച്ച കാര്യം ഇതാണ്. അതാണ് മുൻകാല പണ്ഡിതന്മാരുടെ നിലപാട്. അതിലേക്ക് മടങ്ങുമ്പോഴേ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് തിരിച്ചു കിട്ടുകയുള്ളൂ. അന്ധമായ മദ്ഹബി പക്ഷപാതിത്വങ്ങളും, ഇവൻ ഷാഫിയ, അവൻ ഹനഫിയ, ഇവൻ മാലിക്കിയ, മറ്റവൻ ഹംബലിയ, അത് അശ്അരിയ, ഇത് മാതുരീദിയ എന്ന് പറഞ്ഞ് വിശ്വാസ മേഖലയിൽ പോലും അന്ധമായ അനുകരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ വന്നു. കർമ്മരംഗത്തു മാത്രമല്ല, വിശ്വാസത്തിൽ പോലും അശ്അരി മാതുരീദി രണ്ടാലൊന്ന് സ്വീകരിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം മഹല്ലുകളുടെയും ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചുപോയി. നാലാലൊന്നും രണ്ടാലൊന്നും അംഗീകരിച്ചാലേ സാക്ഷാൽ മുസ്ലിമാകൂ, അഹ്ലുസുന്നയുടെ വക്താവാകൂ എന്ന് പ്രചരിപ്പിക്കുന്നിടത്താണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം മുസ്ലിം മഹല്ലുകളും ഇന്നുള്ളത്. വേദനാജനകം തന്നെയാണ്. അതുകൊണ്ട് കിതാബിലേക്കുള്ള മടക്കം, സുന്നത്തിലേക്കുള്ള മടക്കം അഥവാ പ്രമാണങ്ങളിലേക്കുള്ള മടക്കം, അതുമാത്രമാണ് നമുക്ക് ഇസ്സത്തിനുള്ള, പ്രതാപത്തിനുള്ള ഏക മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് നമ്മൾ മടങ്ങുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുബന്ധമായി ഉള്ള ചോദ്യമല്ലെങ്കിലും സദസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഫൈസൽ മൗലവി മറുപടി പറയും. തലമറക്കൽ സുന്നത്തുണ്ടോ, ഹദീസുമായി ബന്ധമുണ്ടോ? തലമറക്കൽ പുരുഷന്മാർക്ക് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് പറയാൻ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീകൾക്ക് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്. നിർബന്ധമല്ല, സ്ത്രീകൾ മറക്കൂല. ഇല്ലാത്ത പുരുഷന്മാർ പലപ്പോഴും മറക്കുന്നുണ്ട്. അപ്പം നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ടത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അനുവദനീയമായൊരു വേഷമാണ് തലമടക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലമടച്ചിട്ടുണ്ട്. അത് ദീനിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. നബിയാകുന്ന മുമ്പും തലമടച്ചിട്ടുണ്ട്, നബിയായ ശേഷവും തലമടച്ചിട്ടുണ്ട്. മക്കയിലെ അറബികൾ അക്കാലത്ത് അബൂജഹൽ അടക്കം തലമടച്ച ആളുകൾ തന്നെയാണ്. അത് അറബികളുടെ വേഷം, ആ നാട്ടിലെ വേഷം എന്ന നിലക്കാണ് അതവിടെ വ്യാപകമായി വന്നത്. ഗോതമ്പാണ് ഭക്ഷണം കഴിച്ചത്, കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമൊക്കെയാണ് സഞ്ചരിച്ചത്, മണലിലാണ് കിടന്നുറങ്ങിയത്, ഈത്തപ്പന ഓല കൊണ്ടാണ് വീടുണ്ടാക്കിയത്, അതല്ലെങ്കിൽ പായ ഉണ്ടാക്കിയത് എന്നതൊക്കെ പോലെ ആ നാട്ടിൻ്റെ വേഷമായതുകൊണ്ട് തലമറക്കലും അവിടെ അങ്ങനെ വ്യാപകമായി വന്നിട്ടുണ്ട് എന്നല്ലാതെ അത് സുന്നത്താണ് എന്ന് പറയാൻ പ്രത്യേകം അധ്യാപനം നൽകുന്ന ഹദീസുകൾ സ്വഹിയായി സ്ഥിരപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് അതിനു വേണ്ടി ഒരുപാട് വ്യാജമായ കഥകളെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവ ധാരാളമുണ്ട്. നബി തങ്ങൾ പറയാത്ത പല വാചകങ്ങളെയും പ്രവാചകൻ പറഞ്ഞുവെന്ന പേരിൽ കെട്ടിച്ചമച്ച് നിർമ്മിതമായി പ്രചരിപ്പിച്ചവയുണ്ട്. ഉദാഹരണമായി ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലാ സ്വാഹിബിൽ അമായിം, തലപ്പാവ് ധരിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹും മലക്കളും സ്വലാത്ത് ചൊല്ലും എന്നൊരു കള്ളക്കഥ നബി പറഞ്ഞു എന്ന പേരിൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വലാത്തുൻ ബി അമാമ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു നിസ്കാരം തലപ്പാവില്ലാത്ത 1000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കഥയുണ്ടാക്കിയിട്ടുണ്ട്. ജുമുഅത്തുൻ ബി അമാമ ഖൈറുൻ മിൻ 70 അൽഫി ജുമുഅത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാണ് എന്ന് കഥ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിർ അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ, ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മുകളിൽ തലപ്പാവ് ധരിക്കലാണ്. അമുസ്ലിം ആണെങ്കിൽ തൊപ്പി ഇല്ലാതെ തലയിൽ കെട്ടും, മുസ്ലിം ആണെങ്കിൽ തൊപ്പിയിട്ട് അതിന് മേലെ കെട്ടും എന്നതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നബി പറഞ്ഞു എന്ന പേരിലാണ് ഇത് സമൂഹത്തിൽ പ്രചരിക്കുന്നത്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതായി സ്വഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം സുന്നത്തായി പറയാൻ നിർവാഹമില്ല. എന്നാൽ ഒരു അനുവദനീയമായ വേഷമാണ് എന്ന് മാത്രം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചതായി അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഒരു അനുവദനീയമായ വേഷമാണ്. ഒരാൾക്ക് അനുവദനീയമായ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് വേഷവും സ്വീകരിക്കാം, ആ നിലക്ക് ഇതും സ്വീകരിക്കാം. ഇനി ഒരാൾ നബിയെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകന്റെ എല്ലാ ചെയ്തിയും ഒരാൾ മാതൃകയാക്കുന്നുവെങ്കിൽ ആ സ്നേഹം പ്രോത്സാഹനജനകമാണെന്ന് പറയാം. ഒരാൾ കഴുതപ്പുറത്ത് പോകുന്നു, എന്തേ കാരണം എൻ്റെ റസൂൽ അങ്ങനെയാണ് പോയത്. ഗോതമ്പ് മാത്രം കഴിക്കുന്നു, എൻ്റെ നബി അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്. ഈത്തപ്പന ഓല കൊണ്ട് വീടുണ്ടാക്കുന്നു, എൻ്റെ നബിയുടെ വീട് അങ്ങനെയായിരുന്നു. മണലിൽ കിടന്നുറങ്ങുന്നു, എൻ്റെ നബി അങ്ങനെയാണ് കിടന്നുറങ്ങിയത്. ഇങ്ങനെയൊക്കെ എല്ലാ രംഗത്തും ഒരാൾ നബിയുടെ നമുക്ക് മാതൃകയാക്കാൻ ദീനിയായി പഠിപ്പിച്ചതല്ലാത്ത മാനുഷികമായി ചെയ്ത കാര്യങ്ങളെ പോലും നബിയോടുള്ള അങ്ങേറ്റ സ്നേഹം കൊണ്ട് ഒരാൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ
ആ സ്നേഹം പ്രോത്സാഹിപ്പിക്കപ്പെടാമെന്നല്ലാതെ അതുകൊണ്ടും ആ കാര്യം സുന്നത്താണ് എന്ന് വരികയില്ല. അദ്ദേഹം സൂചിപ്പിച്ച കാര്യം അതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുണ്ട് താഴെ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്, മേൽമുണ്ടില്ലാതെ നിസ്കരിക്കൽ എന്ന പേരിൽ. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹെഡിങ് തന്നെ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അതിൽ കാണാം ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മുണ്ട് താഴെ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. അത് കണ്ടുകൊണ്ട് കടന്നു വരുന്നു മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന താബിഈ പ്രമുഖൻ. അദ്ദേഹം ചോദിക്കുന്നു, തുസല്ലി വരിദാഉക മൗദൂഉൻ, താങ്കളുടെ മുണ്ട് താഴെ വെച്ചുകൊണ്ട് താങ്കൾ നിസ്കരിക്കുകയാണോ? അഥവാ പ്രത്യേകിച്ച് പ്രതിഫലമുണ്ടെങ്കിൽ ഉള്ള മുണ്ട് താഴെ വെക്കൂലായിരുന്നല്ലോ. കൂലി കിട്ടുമെങ്കിൽ പിന്നെ ഏതായാലും വേണ്ടാന്ന് തീരുമാനിക്കൂല. അപ്പൊ താങ്കൾ ഉള്ള മുണ്ടും താഴെ വെച്ച് നിസ്കരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, അഹ്ബബ്തു ലിയറാനിയൽ ജുഹാലു മിസ്ലക്കും, താങ്കളെപ്പോലുള്ള ജാഹിലീങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം അവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രത്യേകിച്ചൊരു കൂലി കിട്ടുമെങ്കിൽ ആ കൂലി വേണ്ടെന്ന് വിചാരിച്ച് അതവിടെ വെക്കില്ലായിരുന്നു എന്ന് കൂടി നമുക്കതിൽ മനസ്സിലാക്കാം. ഒരു അനുവദനീയമായ വേഷമാണ്. ഹലാലായ ഏത് വേഷം ഒരാൾക്ക് സ്വീകരിക്കാമെന്ന പോലെ ഇതും ഒരാൾക്ക് സ്വീകരിക്കാമെന്നല്ലാതെ അത് ബിദ്അത്തല്ല, തെറ്റായ കാര്യമല്ല. എന്നാൽ പ്രത്യേകിച്ച് തലമുറച്ച പ്രത്യേകം കൂലിയുണ്ട്, അതിന് പ്രത്യേക സുന്നത്തുണ്ട് എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. നോമ്പ് തുറക്കൽ കാരക്ക കൊണ്ട് തുറക്കുന്നത് സുന്നത്ത് എന്ന് മനസ്സിലാകുന്നു. കാരക്ക ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ സുന്നത്ത് ലഭിക്കുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സ്വഹീഹ് ബുഖാരിയിൽ കുരങ്ങുമായുള്ള ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അത് വിശ്വാസയോഗ്യമല്ല എന്നാണ് ആളുകൾ വിമർശിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഏത് സുന്നത്തും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കലാണ് നമ്മുടെ ബാധ്യത. നമ്മുടെ കഴിവുകേട് കൊണ്ട് അഥവാ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നാൽ അവിടെ നമുക്കത് അല്ലാഹു തആല പ്രതിഫലം നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ കാരൊക്കെ കിട്ടാനില്ല, അതൊക്കെ ആഗ്രഹമുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, കിട്ടാനില്ല എങ്കിൽ സ്വാഭാവികമായും അയാൾക്കതിന് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പരിമിതങ്ങൾ പറഞ്ഞ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അയാൾ അല്ലാത്ത സമയത്ത് ചെയ്തിരുന്ന കർമ്മങ്ങളുടെ അതേ കൂലി അയാൾക്ക് അവിടെ ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം. രോഗിയായി മാറിയാലും അങ്ങനത്തെ. ഇപ്പോൾ സാധാരണ സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന വ്യക്തിയാണ്, രോഗിയായി വീട്ടിൽ കടന്നു, പള്ളിക്ക് പോകാൻ കഴിയുന്നില്ല, ബാങ്ക് കേൾക്കുന്നു, പോകാൻ അതിയായ ആഗ്രഹമുണ്ട്, പോകാത്തതിൽ വേദനയുണ്ട്, പോകാൻ കഴിയുന്നില്ല എങ്കിൽ നിരാശപ്പെടാനില്ല. ജീവിതകാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന അതേ പ്രതിഫലം ഇപ്പോഴും അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായ ശേഷിയുള്ള കാലത്ത് സ്വതക്ക ചെയ്യാറുണ്ട്. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയാണ്, പ്രയാസമാണ്, സ്വതക്ക ചെയ്യാൻ ആഗ്രഹമുണ്ട്, പലരും സമീപിക്കുമ്പോൾ നൽകാൻ പറ്റാത്തതിന് വേദനയുണ്ട്, പക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉള്ള കാലത്ത് കൊടുത്തിരുന്ന അതേ പ്രതിഫലം അയാൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഏത് അമലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുക, പറ്റാവുന്നിടത്തോളം കഴിയുന്നിടത്തോളം പ്രാവർത്തികമാക്കുക. എങ്കിൽ കഴിയാത്തൊരു ഘട്ടം വരുമ്പോൾ അതേ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, കുരങ്ങ് വ്യഭിചരിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ട്. ശരിയാണ്, സ്വഹീഹ് ബുഖാരി അങ്ങനെയുണ്ട്. പക്ഷേ ഒരു ഹദീസായിട്ട് നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസായിട്ടല്ല സ്വഹീഹ് ബുഖാരി അത് വന്നിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നബി പറഞ്ഞു എന്നോ ഒരു സ്വഹാബി പറഞ്ഞു എന്നോ പറഞ്ഞുകൊണ്ട് സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവമേ അല്ല അത്. അംർ ഇബ്നു മൈമൂൻ എന്ന് പറയുന്ന താബിഈ അദ്ദേഹം കണ്ട ഒരു കാഴ്ച അദ്ദേഹം പറഞ്ഞതാണ്. രണ്ട് കുരങ്ങൾ തമ്മിൽ ഇണചേരുന്നത് അദ്ദേഹം കാണുന്നു. അതിനുശേഷം മറ്റ് കുരങ്ങൾ വന്ന് ഈ ഇണചേർന്ന കുരങ്ങിനെ എറിഞ്ഞു കൊല്ലുന്നു. അദ്ദേഹം കണ്ടൊരു കാഴ്ച അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹം കണ്ടത് ശരിയല്ല എന്ന് കാണാത്ത നമുക്ക് പറയാൻ പറ്റുമല്ലോ. അദ്ദേഹം അന്ന് കണ്ടു, ആ കണ്ടത് രേഖപ്പെടുത്തി വെച്ചു. നമ്മളിപ്പോൾ പറയാം അതെങ്ങനെ ഉണ്ടാവുകയെന്ന്. അദ്ദേഹം കണ്ടതാണ് പറഞ്ഞത്. രണ്ട് കുരങ്ങൾ തമ്മിൽ ഇണചേരുന്നു, മറ്റ് കുരങ്ങൾ കൂടി ആ കുരങ്ങിനെ എറിഞ്ഞു കൊല്ലുന്നു. അദ്ദേഹം ഞാനും അവരെ കൂടി ഞാനും എറിഞ്ഞു എന്നാ. കുരങ്ങൾ കൂടി എറിഞ്ഞു കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പൊ ഞാനും ഒരു കല്ലെടുത്തിട്ട് ആ കൂട്ടത്തിൽ ഞാനും എറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് അതിലുള്ളത്. അവിടെ ചില പാഠങ്ങൾ തീർച്ചയായും അതിൽ പഠിക്കാനുണ്ട്. ചില മൃഗങ്ങളുടെ സവിശേഷതകൾ, ചില മൃഗങ്ങളുടെ ധാർമ്മിക രോഷങ്ങൾ, അതൊക്കെ അതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്.
കുരങ്ങിന് അങ്ങനെ ചില സവിശേഷതയുണ്ട് എന്നാണ്. ചില ജീവികൾ അവയുടെ ഇണയുമായി മാത്രമേ ഇണചേരുകയുള്ളൂ എന്നാണ്. എല്ലാ ജീവികളും കാണുന്ന എല്ലാ ജീവിയോടും ഇണചേരാറില്ല. നമ്മൾ കാണുന്ന കോഴിയും നായയും അങ്ങനെയാണെങ്കിലും എല്ലാ ജീവികളും അങ്ങനെയല്ല. അപ്പൊ കുതിര എന്തു വന്നാലും അതിന്റെ മാതാവുമായി ഇണചേരുക ഇല്ല എന്നാണ്. അതൊരു അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കുതിര ഒരിക്കലും സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇല്ല. അത് കുതിരക്കുള്ള പ്രത്യേകതയാണ്. അങ്ങനെ പ്രത്യേകം ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹയാത്തുൽ ഹൈവാൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ കുതിരയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ എന്ന പോലെ ചില ജീവികൾ അവക്ക് ഇണകളായി നിശ്ചയിക്കപ്പെട്ടവയോട് മാത്രം ഇണ ചേരുന്നവയുണ്ട്. അവർക്ക് പക്ഷെ നിയമമില്ല. അങ്ങനെ അള്ളാഹ് നിയമം കൊടുത്തതോ അതിനപ്പുറം പോയാൽ ഹറാമാകുമെന്ന് അതൊന്നുമില്ല. മത നിയമങ്ങൾ അവക്കൊന്നും ബാധകമല്ല. എന്നതുപോലെ ഇവിടെ അദ്ദേഹം കണ്ടൊരു കാഴ്ച, ഒരു കുരങ്ങ് മറ്റൊരു കുരങ്ങുമായി ഇണചേരുന്നു. മറ്റു കുരങ്ങൾ കൂടി അവയെ അതിനെ എറിഞ്ഞു കൊല്ലുന്നു. അത് അദ്ദേഹം കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അതോട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. അല്ല, അതിൻ്റെ പേരിൽ സ്വഹീഹ് ബുഖാരി വിമർശിക്കേണ്ട കാര്യമില്ല. അത് സ്വഹീഹായ സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ ഇമാം ബുഖാരിക്ക് കിട്ടി. അപ്പൊ അതിലെ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനായി ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു അനുബന്ധ വാചകമായി, ഒരു ഹദീസായി കൊടുത്തതുമല്ല, ഒരു അനുബന്ധ വാചകമായി ഇമാം ബുഖാരി അവിടെ കൊടുക്കുന്നു എന്നാണ്. ഈ അങ്ങനെ അനുബന്ധമായി വന്ന എല്ലാം സ്വഹീഹാകണമെന്നോ അതെല്ലാം അങ്ങനെ ഒരാൾക്ക് സ്വീകരിച്ചോളണമെന്നോ അങ്ങനെ നിയമമുട്ട് അത്തരം വിഷയങ്ങളിൽ ഇല്ലതാനും. നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന സനദോടുകൂടി വന്ന മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ് എന്നാണ് അതിൽ അംഗീകരിക്കപ്പെട്ട നയം. അതല്ലാത്തവ സ്വഹീഹായത് ഉണ്ടാകാം, അല്ലാത്തവയുണ്ടാകാം. എന്നാൽ ഇത് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് വ്യഭിചരിച്ചതിന്റെ പേരിലാണോ എറിഞ്ഞു കൊന്നത് നമുക്കറിയില്ല. അങ്ങനെ വ്യഭിചാരം അവർക്ക് ഹറാമുണ്ടോ? അങ്ങനെ ഇല്ലതാനും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിശ്വസിച്ച് നിർബന്ധമായും പാലിക്കേണ്ടുന്ന ഒരു വിഷയം പഠിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി എങ്ങനെ മൃഗങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി, അവർക്ക് നിയമമില്ലല്ലോ എന്നൊക്കെ ചർച്ചകൾ പലതുമുണ്ട്. പലരും പല ന്യായങ്ങളും പറയുന്നു. ഒരു പക്ഷേ അത് യഥാർത്ഥത്തിൽ കുരങ്ങാകണമെന്നില്ല. പഴയ കാലത്ത് ഇസ്രായേൽ മക്കൾ കുരങ്ങാക്കി മാറ്റപ്പെട്ടവരുണ്ടല്ലോ, ഒരു പക്ഷേ അതിൻ്റെ പിന്മുറക്കാരായി വന്നവരായിരിക്കാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. കാരണം അള്ളാഹുവിന്റെ ശിക്ഷയായി ഒരാൾ രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്താന പരമ്പര ഉണ്ടാവുകയില്ല എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. അതുകൊണ്ട് അത് പറയാവതല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഫത്ഹുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ, അതേപോലെ ഇബ്നു സ്വലാഹിന്റെ ഗ്രന്ഥത്തിൽ ഒക്കെ അത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതാണ് അതിലുള്ളത്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസായി ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമല്ല അത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു അഅലം.